ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും തലപ്പത്ത് നിൽക്കുന്ന ഇലോൺ മസ്ക് വീണ്ടും വാർത്തകളിൽ അങ്ങനെ ഇടം നേടിയിരിക്കുകയാണ്. ഗൂഗിളിന്റെ ജനപ്രിയ ഇമെയിൽ സർവീസായ ജിമെയിലിനോട് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് എലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുൻ ട്വിറ്റർ ആയിരുന്ന ഇപ്പോഴത്തെ എക്സ് തന്റെ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിന്റെ പേരിൽ എക്സ്മെയിൽ എന്ന സ്വന്തം ഇമെയിൽ സേവനം ആരംഭിക്കാനാണ് ഒരുങ്ങിയിരിക്കുന്ന തീരുമാനം അങ്ങനെ എത്തിയിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലെ ഒരു ചർച്ചയിലാണ് മസ്ക് എക്സ്മെയിൽ വരുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഗൂഗിളിന്റെ ജിമെയിൽ സേവനത്തിന് എതിരാളിയായി എക്സ്മെയിൽ എത്തുകയാണ്. ഉടനടി വരുമെന്നാണ് സ്ഥിരീകരണവുമായി എക്സിന്റെ സിഇഒ എലോൺ മസ്ക് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എക്സിന്റെ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ടീമിലെ മുതിർന്ന അംഗമായ നഥാൻ മാഗ്രാൻഡി എക്സ്മെയിലിനെ കുറിച്ച് അതിന്റെ ലോഞ്ചിനെ കുറിച്ച് അന്വേഷിച്ചതിന് പിന്നാലെയാണ് സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജിമെയിൽ അവസാനിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വാർത്ത വൈറൽ ആയത്. ഗൂഗിളിന്റെ ഇമെയിൽ സർവീസ് ഷട്ട്ഡൗൺ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചുള്ള എക്സിലെ ഒരു വൈറൽ പോസ്റ്റ് ടെക് സമൂഹത്തിനിടയിൽ ജിമെയിലിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അങ്ങനെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗൂഗിൾ ഈ സൺസെറ്റിംഗ് ജിമെയിൽ എന്ന തലക്കെട്ടിൽ ഗൂഗിളിൽ നിന്നുള്ള ആരോപണ വിധേയമായ ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് സഹിതമുള്ള പോസ്റ്റ് ജിമെയിലിന്റെ ഭാവിയെക്കുറിച്ച് വ്യാപകമായ പരിഭ്രാന്തിക്കും ഈ ഒരു ഊഹാപോഹങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്തു. ജിമെയിലുകൾ അയക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ സംഭരിക്കുന്നതിനോ ഉള്ള പിന്തുണ നിർത്തിക്കൊണ്ട് 2024 ഓഗസ്റ്റ് 1 മുതൽ ജിമെയിൽ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുമെന്നായിരുന്നു ജിമെയിൽ അവകാശപ്പെട്ടിരുന്നത്. പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടിയെങ്കിലും ഗൂഗിളിൽ നിന്നും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല എന്നതിനാൽ പോസ്റ്റിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള സംശയം അങ്ങനെ ഉയരുകയും ചെയ്തിരുന്നു. ജനപ്രിയ ഇമെയിൽ സേവനമായ ജിമെയിൽ ഗൂഗിൾ അടച്ചുപൂട്ടാൻ പോവുകയാണോ? ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടിൽ കണ്ടവരൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. 2024 ഓഗസ്റ്റ് 1 ജിമെയിൽ ഔദ്യോഗികമായ സേവനം അവസാനിപ്പിക്കണമെന്നായിരുന്നു. ആ തീയതിക്ക് ശേഷം ജിമെയിലുകൾ അയക്കാനോ സ്വീകരിക്കാനോ ശേഖരിക്കാനോ സാധിക്കില്ല എന്നും ഇതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഈ സൺസെറ്റിംഗ് ജിമെയിൽ എന്ന തലക്കെട്ടോടെ വന്ന സ്ക്രീൻഷോട്ട് പലരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. ഗൂഗിളിന്റെ AI ഇമെയിൽ ജനറേറ്ററുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലേക്കാണ് അത് നയിക്കുകയും ചെയ്തതെന്നാണ് ചിലർ പ്രചരിപ്പിച്ചത്. ലോകമെമ്പാടുമായി 1.8 ബില്യൺ യൂസർമാരുള്ള ജിമെയിൽ സേവനം ഗൂഗിൾ അവസാനിപ്പിക്കുന്നതിന്റെ അമ്പരപ്പിലായിരുന്നു എല്ലാവരും. എന്നാൽ അതിനെയെല്ലാം വിശദീകരണവുമായി ഗൂഗിൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ജിമെയിൽ എവിടെയും പോകുന്നില്ല എന്നും ഇവിടെ തന്നെ കാണുമെന്നുമാണ് തുടരുന്നുണ്ട് എന്നുമാണ് ഉപഭോക്താക്കളെ അറിയിക്കാനായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അവർ അറിയിച്ചത്. 2024 ജനുവരിയിൽ അടിസ്ഥാന HTML നിന്ന് കൂടുതൽ ഊർജ്ജസ്വലമായ ഇന്റർഫേസിലേക്ക് മാറുന്ന ജിമെയിലിന്റെ ഡിഫോൾട്ട് വ്യൂവിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കരണങ്ങളുമായി കമ്പനി വ്യക്തമാക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇമെയിൽ സേവനം കാര്യക്ഷമമായി ലഭ്യമാകുന്നതിനാൽ HTML പതിപ്പ് ഉപയോഗിച്ചിരുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പതിപ്പിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. കൂടാതെ അതിന് സുരക്ഷാ വീഴ്ചകളും ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. ഗൂഗിളിന്റെ സ്ഥിരീകരണം നൽകിയിട്ടും ജിമെയിലിന്റെ ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ള കിംവദന്തികൾ ജിമെയിൽ സേവന ബദലുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്കും നയിക്കുകയും ചെയ്തു. ചിലർ എക്സ്മെയിലിനെ പ്രാഥമിക ഓപ്ഷനായി പരീക്ഷിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലെ ഉപഭോക്താക്കളിൽ ഒരാൾ ജിമെയിലിനോട് ആത്മവിശ്വാസവും ഊഹാപോഹങ്ങളും വെളിച്ചത്തിൽ ഇതര മാർഗം പരിവേഷണം ചെയ്യാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചു. എക്സ് ഇമെയിൽ എപ്പോൾ പുറത്തിറങ്ങുമെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ഇതുവരെ വ്യക്തമായിട്ടുമില്ല. പക്ഷേ ഇത് എക്സ് ആപ്പിൽ സംയോജിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജിമെയിലിനെ വെല്ലുവിളിക്കുക എന്നത് വളരെ വലിയൊരു കടമ്പയാണ്. 2024 കണക്കനുസരിച്ച് 1.8 ബില്യൺ ഉപഭോക്താക്കളാണ് ജിമെയിലിനുള്ളത്. എന്നിരുന്നാലും മസ്കിന്റെ ഈ പുതിയ സംരംഭത്തെ എക്സ് ഉപഭോക്താക്കൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എക്സ്മെയിൽ എന്ന ഹാഷ്ടാഗ് 15,000-ലധികം പോസ്റ്റുകളുമായി എക്സിൽ അങ്ങനെ ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തു. വിവിധ മീമുകളും പങ്കുവെച്ച് തങ്ങളുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ച് ഉപഭോക്താക്കൾ ഈ വാർത്തയെ ഏറ്റെടുക്കുകയും ചെയ്തു. 2023 എലോൺ മസ്ക് സ്ഥാപിച്ച എക്സ് AI കമ്പനിയാണ് ChatGPTയുടെ സ്വന്തം പതിപ്പായ ഗ്രോക്ക് അവതരിപ്പിച്ചത്. അതേ കമ്പനി തന്നെ പുതിയ എക്സ്മെയിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്നും അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഗൂഗിളിനോട് മത്സരിക്കാൻ തന്നെയാണ് എക്സ്മെയിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്.